നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വികാസ പരിണാമങ്ങളുടെ ചരിത്രം കണ്ടറിയാൻ അവസരമൊരുക്കുന്ന കോട്ടയത്തെ അക്ഷരം, ഭാഷ, സാഹിത്യ, സാംസ്കാരിക മ്യൂസിയം ഉദ്ഘാടനത്തിനൊരുങ്ങി. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 15 കോടി രൂപ മുടക്കി സുപ്രധാനമായ ആദ്യഘട്ട നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. ജൂൺ ആദ്യവാരം കോട്ടയത്തെ വിവിധ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി ഉദ്ഘാടന ചടങ്ങിനുള്ള സംഘാടക സമിതി രൂപീകരിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൂണിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിൽ യാഥാർത്ഥ്യമാകുന്ന ബൃഹത് പദ്ധതിയായ അക്ഷരം മ്യൂസിയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ കോട്ടയം നാട്ടകത്തുള്ള സ്ഥലത്താണ് ഒരുങ്ങുന്നത്. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗ്യാലറികൾ ആദ്യഘട്ടത്തിലുണ്ടാകുമെന്ന് VN വാസവൻ പറഞ്ഞു. ഇന്ത്യൻ ഭാഷകളെയും ലോകഭാഷകളെയും രണ്ടാം ഘട്ടത്തിൽ വിശദമായി ഉൾക്കൊള്ളിക്കും. 3-4 ഘട്ടങ്ങളിലായി മലയാള സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ അടയാളപ്പെടുത്തും. മ്യൂസിയത്തിനൊപ്പം തിയേറ്റർ, കൺവെൻഷൻ മുറികൾ, ആർക്കൈവ്, അംഫി തിയേറ്റർ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് അക്ഷര മ്യൂസിയം. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഭാഷാസ്നേഹികൾക്കും ഗവേഷകർക്കും പഠനത്തിന് വലിയ അവസരങ്ങൾ മ്യൂസിയത്തിൽ ഒരുങ്ങും. വാർത്താസമ്മേളനത്തിൽ SPCS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ, സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, അഡീഷണൽ രജിസ്ട്രാർ ഗ്ലാഡി പുത്തൂർ, ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ N വിജയകുമാർ, SPCS സ്പെഷ്യൽ ഓഫീസർ S സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1250, തിരുനെല്ലൂർ PO ചേർത്തല. ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. ഹെഡ് ഓഫീസ് കൂടാതെ 3 ശാഖകൾ. പ്രഭാത സായാഹ്ന ശാഖ നമ്പർ 9188952426. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ 10 വരെ, വൈകിട്ട് 4 മുതൽ 8 വരെ. ഒറ്റപ്പുന്ന ശാഖ നമ്പർ 9188952427. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 8 വരെ. NSS കോളേജ് കവല ശാഖ നമ്പർ 9188952430. പ്രവർത്തന സമയം രാവിലെ 10 മുതൽ 5 വരെ. ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം, സർക്കാർ ഗ്യാരണ്ടി. ജനപ്രിയ സ്വർണ്ണപ്പണയ വായ്പകൾ. ഒരംഗത്തിന് 10 ലക്ഷം രൂപ വരെ വായ്പ. പലിശ നിരക്ക് 8.9%. സ്വർണ്ണവിലയുടെ 75% വരെ വായ്പാ സൗകര്യം. ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം. സീനിയർ സിറ്റിസൺസിന് 0.5% അധിക പലിശ. പ്രഭാത സായാഹ്ന ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു. 10 ലക്ഷം വരെ ചെലവിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ. 50% വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ. SHG കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 9ഓളം വായ്പാ പദ്ധതികൾ. 4% മുതൽ 7% വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ. ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം. ഫോൺ 9188959460. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ. നീതി മെഡിക്കൽ സ്റ്റോർ. ഫോൺ 9188952429. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 8 വരെ. മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, ആലപ്പുഴയുടെ ജനകീയ ബാങ്ക്. വെണ്ണല സർവീസ് സഹകരണ ബാങ്ക് 2023-24 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ SSLC+2 CBSE പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ അഥവാ A1 ലഭിച്ചവർക്കും വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 വിഭാഗത്തിൽ ഓരോ ഗ്രൂപ്പിലും എല്ലാ വിഷയത്തിനും A+ അഥവാ A1 ലഭിച്ചവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 30 വൈകിട്ട് 5 മണി വരെ. മരട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം വരെയുള്ള വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വായ്പ ലഭിക്കും. രക്ഷകർത്താക്കൾ ബാങ്ക് അംഗങ്ങളായുള്ളവർക്ക് 35,000 രൂപ വരെ വായ്പ ലഭിക്കും. 10 പ്രതിമാസ തവണകളായി തിരിച്ചടയ്ക്കണം. തവണ മുടക്കം വരുത്തിയാൽ പലിശയും പിഴപലിശയും ബാധകമാകുമെന്നും മുൻകാല പലിശരഹിത വായ്പകൾ കൃത്യതയോടെ തിരിച്ചടച്ചവർക്ക് മുൻഗണന ലഭിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് TP ആന്റണി അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തുന്ന സർക്കാരിനെ ഒരു ബമ്പർ ലോട്ടറി കാത്തിരിപ്പുണ്ട്. റിസർവ് ബാങ്കിന്റെ വമ്പൻ ലാഭവിഹിതമാണ് അടുത്ത സർക്കാരിന്റെ തുടക്കകാലത്ത് തന്നെ ലഭിക്കുക. റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് 1 ലക്ഷം കോടി രൂപയോളം ലാഭവിഹിതം കൈമാറുമെന്നാണ് സൂചന. ഇത് കഴിഞ്ഞ വർഷത്തെ ലാഭവിഹിതത്തെക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 87,416 കോടി രൂപയാണ് ലാഭവിഹിതമായി കൈമാറിയത്. കാലാവധി എത്തുന്നതിന് മുൻപായി
60,000 കോടി രൂപ മൂല്യമുള്ള കടപ്പത്രങ്ങൾ തിരികെ വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനുള്ള ചെലവ് റിസർവ് ബാങ്ക് വരുമാനത്തിലൂടെ കണ്ടെത്താനാകുമെന്നത് സർക്കാരിന് ആശ്വാസമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം കോടി രൂപയിലധികം അറ്റാദായവുമായി ഇന്ത്യയിലെ ബാങ്കുകൾ ചരിത്ര നേട്ടം കൈവരിച്ചു. വിവിധ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളുടെ സംയോജിത ലാഭം 2023-24 വർഷത്തിൽ 39% വർധനയോടെ 3.1 ലക്ഷം കോടി രൂപയിലെത്തി. മുൻ വർഷം ബാങ്കുകളുടെ മൊത്തം അറ്റാദായം 2.2 ലക്ഷം കോടി രൂപയായിരുന്നു. ഇതോടെ IT കമ്പനികളെ മറികടന്ന് ഏറ്റവും ഉയർന്ന ലാഭം നേടുന്ന മേഖലയായി ബാങ്കിംഗ് മാറി. 2022 മെയ് മാസത്തിന് ശേഷം നാണയപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായി റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്കുകൾ തുടർച്ചയായി 2.5% വർദ്ധിപ്പിച്ച് 6% വൻ ലോട്ടറിയായത്. ഇതോടെ ഭവന, വാഹന, വ്യക്തിഗത കോർപ്പറേറ്റ് വായ്പകൾ എടുത്തവരുടെ പലിശ ബാധ്യതയിൽ 3 മുതൽ 5% വരെ വർധനവുണ്ടായി. വായ്പകളുടെ പലിശ കുത്തനെ വർദ്ധിപ്പിച്ചെങ്കിലും ബാങ്കുകൾ നിക്ഷേപങ്ങളുടെ പലിശയിൽ സമാനമായ മാറ്റം വരുത്തിയിരുന്നില്ല. പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം 1.4 ലക്ഷം കോടി രൂപ. അവലോകന കാലയളവിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം 34%, 1.4 ലക്ഷം കോടി രൂപ കവിഞ്ഞു. 2018 സാമ്പത്തിക വർഷത്തിൽ 85.390 കോടി രൂപയുടെ നഷ്ടം പൊതുമേഖലാ ബാങ്കുകൾ നേരിട്ടിരുന്നു. പ്രമുഖ ബാങ്കുകളിൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക് എന്നിവ 50%-ലധികം അറ്റാദായം കൈവരിച്ചു. പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക് ഒഴികെയുള്ള 11 ബാങ്കുകളും ലാഭത്തിൽ വർധന കൈവരിച്ചു. സ്വകാര്യ ബാങ്കുകളുടെ ലാഭത്തിൽ 41% വർധന. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 26 സ്വകാര്യ ബാങ്കുകളുടെ അറ്റാദായം 41% ഉയർന്ന് 1.78 ലക്ഷം കോടി രൂപയായി. ബാങ്കുകളെ അഭിനന്ദിച്ച് മോദി. 2024 സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം കോടി രൂപയിലധികം അറ്റാദായം നേടിയ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ നേട്ടം അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. NDA അധികാരത്തിലെത്തുമ്പോൾ അത്യാസന്ന ബാങ്കിംഗ് മേഖലയ്ക്കാണ് മികച്ച നേട്ടമുണ്ടാക്കാൻ അവസരമൊരുക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.